ഹലോ ഡിയർ സ്റ്റുഡൻസ്, +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലേ? +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ്. ഒരു മാസം മാക്സിമം ഉള്ളൂ നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക്. അതിനു മുമ്പേ മോഡൽ എക്സാം 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊക്കെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ മക്കൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ല വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ആ ചാപ്റ്റർ വിട്ടിട്ട് ഈ ചാപ്റ്റർ അങ്ങനെയൊന്നുമില്ല. ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ തന്നെ നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞു തരാം, നമുക്ക് സെറ്റാക്കി നോക്കാം. ചാപ്റ്റർ നമ്പർ 1 to 11 അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ 1 മുതൽ 11 ചാപ്റ്ററിൽ നമ്മൾ വെയിറ്റേജാണ് ഞാൻ ഇതിൻ്റെ കൂടെ എഴുതിയ നമ്പേഴ്സ്. 9, 5, 8, 10, 12 ഇങ്ങനെ വെയിറ്റേജ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ചില ചാപ്റ്റർ വിടാം, ചില ചാപ്റ്റർ എടുക്കാം. ആ രീതിയിലല്ല നിങ്ങൾ തുടങ്ങുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെയും തുടങ്ങാം. ചാപ്റ്റർ 1 വിടാം, അല്ലെങ്കിൽ ചാപ്റ്റർ 2 വിട്ടിട്ട് 1 വിട്ടിട്ട് 2 ആ സ്റ്റൈല് പാടില്ല. നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, ഒന്നെങ്കിൽ നമ്മുടെ ഈ ലാബ് എക്സാമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സാം മോഡൽ എക്സാമാണ്, നിങ്ങൾക്ക് ഒന്നായിട്ട് പഠിക്കാൻ 11 ചാപ്റ്ററും ഒറ്റയടിക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നോക്കുക. ആ വെയിറ്റേജിൽ തന്നെ ഒരു സജഷൻ പറയാനുള്ളത്, ചാപ്റ്റർ നമ്പർ 4 മുതൽ തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജിയാണ്. ആ വെബ് ടെക്നോളജി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ലാബ് എക്സാമിനൊക്കെ HTML പഠിച്ചിട്ടുണ്ടാവും. HTML 5 പ്രോഗ്രാം കേരള ടൂറിസത്തിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും, ലിങ്കിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും, സ്കൂളും അഡ്രസ്സും നമ്മളെ ലിങ്ക് ടാബിൾ ചെയ്തിട്ടുണ്ടാവാം. അതേപോലെ ടെറസ്ട്രിയൽ പ്ലാനറ്റും ടാബിൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഫോം ഡിസൈൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഫ്ലോ കിട്ടും. ചാപ്റ്റർ നമ്പർ 4ഉം 5ഉം അല്ലാതെ 4 വിടുക, 5 12 മാർക്ക് ഉണ്ടല്ലോ സാറേ, ആദ്യം 5 പഠിക്കരുത്. അതിൻ്റെ സ്ട്രാറ്റജി അങ്ങനെ. കാരണം ഇത് HTML ആണ്, HTML കണ്ടിന്യൂഷനാണ് വെബ് ഡിസൈനിങ്. അപ്പോൾ ഇത് ഈ ഫ്ലോയിൽ തന്നെ പോരുക, 4ഉം 5ഉം പഠിക്കാം. ഈ 4ഉം 5ഉം കഴിഞ്ഞാൽ ഒരുവിധം ജാവാസ്ക്രിപ്റ്റ് ലാബ് എക്സാമിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന മക്കളുണ്ടാവാം. അവരോട് എനിക്ക് പറയാനുള്ളത്, ചാപ്റ്റർ 6 പഠിക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റർ 7. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തിയറിയാണ്, അത് ആ ഫ്ലോയിൽ അങ്ങനെ കിട്ടണം. 8 പഠിക്കുക. DBMS ലാബിന് SQL പഠിച്ചിട്ടുണ്ടാവും. ഈ 5 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ വൃത്തിയിൽ ഈ മോഡൽ എക്സാമിന് പഠിക്കുക. നമുക്ക് സമയമുണ്ട് മക്കളെ, 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ മതി. ഇത്ര റൗണ്ട് ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കടാ. 10 മാർക്ക്, 12 മാർക്ക്. ഇവിടെ ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റിംഗ്, നിങ്ങളെ ആ കേസിൽ മാത്രം ഒരു 3 മാർക്ക് എന്തോ കുറവാണ്. ദെൻ വെബ് ഹോസ്റ്റിംഗ് 10, 8 ഒരു ഏകദേശം 40 ചില്ലാനും മാർക്ക് ഈ 5 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ കിട്ടും. ഇത് C++ൻ്റെ ലോകമാണ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എടുക്കാം. ചാപ്റ്റർ നമ്പർ 1 റിവ്യൂ ഓഫ് C++ 9 മാർക്കാണ്. അതിൻ്റെ കാരണം എന്താ, അത്രയും വലിയ ചാപ്റ്ററാണ്. +1 നമ്മളെ പ്രോഗ്രാമിംഗ് പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ മുതൽ അല്ലേ, റിവ്യൂ ഓഫ് C++ മുതൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ട് +1 പഠിച്ച 4 ചാപ്റ്റർ കമ്പൈൻ ചെയ്തതാണ് ഈ ചാപ്റ്റർ ബേസിക്സ് ഓഫ് C++. ദെൻ അതേപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ രണ്ടും അടങ്ങിയ കംപ്ലീറ്റ് +1 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് പഠിക്കാം. ചാപ്റ്റർ 2ലേക്ക് ഇറങ്ങുമ്പോൾ അറയാണ്. അറയിൽ 2 പാർട്ടാണ്. അറ എന്നുള്ള സെക്ഷനുണ്ട്, സ്ട്രിങ് എന്നുള്ള സെക്ഷനുണ്ട്. 3ാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഫങ്ഷൻസ് ആണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് വൃത്തിയിൽ പഠിക്കാം. അതേപോലെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് വൃത്തിയിൽ പഠിക്കാം. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. ദെൻ വേണ്ടത് ഈ പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് മാത്രം പഠിക്കുക. അതായത് ഞാൻ പറഞ്ഞത് സ്ട്രാറ്റജി സെറ്റ് ചെയ്തതിന് ശേഷം ചാപ്റ്റർ നമ്പർ 4 മുതൽ 4, 5, 6, 7, 8, 9 അതന്നെ ഞാൻ വീണ്ടും പറയുന്നത്. 4, 5, 6, 7, 8, 9 ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇരുന്നാൽ മതി. മറ്റത് കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരരുത്. 1, 2, 3 അവിടെ നിൽക്കട്ടെ. 4 മുതൽ പഠിച്ചു തുടങ്ങും. 4, 5, 6, 7, 8, 9 ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങും. ദെൻ 1, 2, 3ലേക്ക് പോകാം. അല്ലാതെ അവസാനത്തിലുള്ള 10ഉം 11ഉം നോക്കിയിട്ടില്ലെങ്കിലും, ഇപ്പോൾ ഈ മോഡൽ എക്സാമിന് നോക്കിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയാണ്. ഇത്രയും ടോപ്പിക്ക് 13 ടോപ്പിക് ഉണ്ട്. അതേപോലെ ചാപ്റ്റർ നമ്പർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML 6 ടോപ്പിക് ഉണ്ട്. അതിൽ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ലിസ്റ്റാണ്. ദെൻ ചാപ്റ്റർ ഓഫ് ടേബിളാണ്. ദെൻ ഫോമാണ്. ഇതെല്ലാം അറിയുന്നതാണ്. പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഡാറ്റ ടൈപ്സ് പഠിക്കണം, വേരിയബിൾ പഠിക്കണം, അതേപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പഠിക്കണം, വേസ് ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം. വെബ് ഹോസ്റ്റിങ്ങിൽ ഒന്നും വിടാനില്ല, എല്ലാം തിയറിയാണ്. എല്ലാ ടോപ്പിക്കും വൃത്തിയിൽ പഠിക്കണം. ദെൻ
ചാപ്റ്റർ 8 DBMS അഡ്വാൻറ്റേജസ് ഓഫ് DBMS പഠിക്കാതെ പോകരുത്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 8 SQL ആണ്. SQL ആണ്, സ്ട്രക്ചർഡ് കൊറിയ ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ആണ്. പൊതുവെ ഒരു കൊറിയ വരിക. നമ്മുടെ ലാബ് എക്സാം വൃത്തിയിൽ 2 എക്സ്പെരിമെൻ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും, എംപ്ലോയിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അവർ ആ സ്റ്റൈലിൽ തന്നെ പഠിക്കുക, ആ രീതിയിൽ തന്നെ പോട്ടെ. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാൻ അല്ല, ERP പക്ക തിയറിയാണ്, സെലക്ട് ചെയ്ത് മാത്രം പഠിക്കുക. അതേപോലെ 11th ചാപ്റ്ററിൽ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് മൊബൈലിൻ്റെ സെക്ഷനാണ്. അതേപോലെ ICTയുടെ സെക്ഷൻ, IPRഉം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തിയറിക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ചാപ്റ്റർ നമ്പർ 4 മുതൽ തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി മുതൽ SQL വരെ ഈ മോഡൽ പിടിക്കുക. അതിനുശേഷം ഇനി സമയമുണ്ട്. ആ സമയത്ത് 1, 2, 3 അതേപോലെ 10, 11 പഠിക്കാം. യെസ്, സെറ്റല്ല. വീണ്ടും പറയാണ്, എല്ലാം പഠിക്കാൻ കഴിയുന്നവർക്ക് ആ രീതിയിൽ തന്നെ പോവുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കാണ് ഞാൻ സ്ട്രാറ്റജി, അല്ലാതെ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പഠിക്കാം. ഒന്നും പഠിക്കാത്തവർ ചാപ്റ്റർ നമ്പർ 4 മുതൽ തുടങ്ങാം. വെബ് ടെക്നോളജി മുതൽ അവസാനത്തെ SQL വരെ ലാബ് എക്സാമിനെങ്കിലും കുറച്ച് പഠിച്ച് മൈൻഡിലേക്ക് ഉണ്ടാവും. ഇല്ല എങ്കിൽ കൂടെയുണ്ട് എജുപോർട്ട് മക്കളെ. എന്തെങ്കിലും ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതല്ല എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ ജസ്റ്റ് കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.